ഓക്കെ ഗേസ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മിത്ത് ബസ്റ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കുറേ പേര് മിത്തൊക്കെ കമൻറ്റ് ചെയ്തു. നമുക്കപ്പോൾ ആ മിത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ ആദ്യത്തെ മിത്ത് നോക്കാം. ഇന്ത്യൻ ബൈക്കിൽ ബലൂണിൽ എത്ര RPG കൊണ്ട് ഷൂട്ട് ചെയ്താൽ പൊട്ടത്തില്ല? ഓക്കെ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു ബലൂണ് സ്പോൺ ചെയ്യാം. അതിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 0601. അതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഒരു ബലൂൺ സ്പോൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അതുമേ RPG വിടാം. അന്നേരം ഇത് പൊട്ടിത്തെറിക്കില്ല എന്നാ പറയണേ. ഓ, ഇത് കണ്ടില്ലേ, ഈ ബലൂണ് പൊട്ടിത്തെറിക്കണില്ല ഏട്ടാ, അതിനൊന്നും സംഭവിക്കണില്ല. അത് ശരി, ഈ മിത്തപ്പോൾ വർക്കിംഗ് ആണ്. മിനി ഗൺ വെച്ച് നോക്കിയാലോ? അപ്പോഴും ഒന്നും സംഭവിക്കണില്ല. നമുക്കപ്പോൾ രണ്ടാമത്തെ മിത്ത് നോക്കാം. ബ്രോ, RGS ടൂളിൽ പോയി RGB എന്നടിച്ചാൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അത് ശരി, അങ്ങനത്തെ ഓപ്ഷൻ ഈ ഗെയിമിൽ ഉണ്ടായിരുന്ന? നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാൻ പറ്റുമോ? എന്തുട്ടായാലും നോക്കി നോക്കാം. നമുക്കപ്പോൾ RGS ടൂളിലെ RGB എന്നടിക്കാം. അത് ശരി, ഇവിടെ ശരിക്കും ബ്രൈറ്റ്നസിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടാ. ബ്രൈറ്റ്നസ് മാത്രമല്ല, വേറെ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് സാച്ചുറേഷനും കൂട്ടാൻ പറ്റും. ഓ, ഇത് ഏതായാലും കൊള്ളാം കേട്ടാ. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? നമുക്ക് റീസെറ്റ് അടിക്കാം. റീസെറ്റ് അടിച്ചപ്പോൾ എല്ലാം പഴയ പോലെ. അപ്പോൾ ഈ മിത്തും വർക്കിങ്ങാ. നമുക്ക് മൂന്നാമത്തെ മിത്ത് നോക്കാം. ഇന്ത്യൻ ബൈക്കിൽ റോഡിലൂടെ ഓടണ ബൈക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ല. ഏയ് ശരി, നമുക്ക് ബൈക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ലേ? കാർ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഇതുവരെയ്ക്കും ട്രൈ ചെയ്ത് നോക്കിയില്ല. എന്തായാലും നോക്കി നോക്കാം. ഇവിടെ പിന്നെ ഒരു ബൈക്ക് വരുന്നുണ്ട്. ഇതൊരു KTM ആസിയ. നമുക്ക് ഈ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റാം. ഓ, എനിക്ക് ഈ ബൈക്ക് അടിച്ചു മാറ്റാൻ പറ്റണില്ല. അതിൻ്റെ ഓപ്ഷൻ കാണിക്കണില്ല. അയാളെ നമുക്ക് വീഴ്ത്തിട്ടാലോ? ഇയാളെങ്ങനെ വീഴ്ത്തിട? ഇറങ്ങണ വണ്ടിന്ന്, എനിക്ക് ബൈക്ക് വേണം. ഒരു മിനിറ്റ്, നമുക്ക് വെടി വെച്ച് നോക്കാം. വെടി വെച്ചപ്പോൾ ആളിത് ബൈക്കിൽ നിന്ന് വീണു. ഇനി എടുക്കാൻ പറ്റുമോ? അപ്പോഴും എടുക്കാൻ പറ്റണില്ല. അതിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റാത്ത. നമുക്കപ്പോൾ നാലാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് കാറിൻ്റെ ടയറിൽ ഫയർ ചെയ്താൽ ടയർ പൊട്ടില്ല എന്ന്. ഓ, ഇതും ഞാൻ ഇതൊരിക്കലും ട്രൈ ചെയ്തില്ല. GTA 5 ടയറുമേ വെടിവെച്ച ടയർ പഞ്ചറാവും. ഇതിൽ പറ്റണാവോ? ഇവിടെ പിന്നെ ഒരു ലംബോർഗിനി ഉണ്ട്. നമുക്കിതിൻ്റെ ടയറുമ്പളേക്ക് ഒന്ന് വെടിവെച്ച് നോക്കാം. ഇത് പഞ്ചറാവോ? ഇതൊന്ന് വെടിവെക്കാൻ പറ്റണില്ലല്ലോ. ഓ, ഇതിൻ്റെ ടയർ പഞ്ചറാവണില്ല ഏട്ടാ. ടയറൊക്കെ ഭയങ്കര സ്ട്രോങ്ങാ. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ വണ്ടി സ്പോൺ ചെയ്യാം. ലംബോർഗിനിയുടെ ടയർ ഭയങ്കര ചെറുതാ. നമുക്കപ്പോൾ ഒരു താർ സ്പോൺ ചെയ്യാം. ഇതിൻ്റെ ടയർ പിന്നെ വലുതാ. നമുക്കപ്പോൾ ഇതിൻ്റെ ടയറുമേ വെടിവെച്ച് നോക്കാം. ഓ, അപ്പോഴും പഞ്ചറാവണില്ല ഏട്ടാ. താറിൻ്റെ ടയറും ഭയങ്കര സ്ട്രോങ്ങാ. പിസ്റ്റൽ വേണ്ട, നമുക്ക് AK-47 എടുക്കാം. അപ്പോഴും ഒന്നും സംഭവിക്കണില്ല. അയ്യോ, ഇതെന്തത്? കാറിന് തീ പിടിച്ചല്ലോ. കാറിത് പൊട്ടിത്തെറിച്ചുട്ടാ. അപ്പോഴും ടയറിന് ഒന്നും സംഭവിച്ചില്ല. ഈ മിത്തപ്പോൾ വർക്കിങ്ങാ. നമുക്കപ്പോൾ അഞ്ചാമത്തെ മിത്ത് നോക്കാം. ബ്രോ, ആദ്യം നൈറ്റ് ആക്കുക. ഹോഴ്സിനെ സ്പോൺ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് AK-47 കുതിരേനെ അല്ലാണ്ട് വേറെ എങ്ങോട്ടെങ്കിലും ഫയർ ചെയ്യുക. ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുതിരയിൽ കയറുക. എന്നിട്ട് പിന്നെയും AK-47 എടുക്കുക. ഒരു മാജിക് കാണാം. ഒരു മിനിറ്റ്, ഈ മിത്ത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. മുന്നെപ്പോഴോ ചെയ്ത പോലെ ഓർമ്മയുണ്ട് കേട്ടാ. ആ AK-47 ലൈറ്റ് എത്തില്ലേ? അങ്ങനല്ലേ? എന്തുട്ടായാലും നോക്കി നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു കുതിരനെ സ്പോൺ ചെയ്യാം. അതിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 200 അല്ലേ? 200 നമ്മളങ്ങനെ ഒരു കുതിരനെ സ്പോൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് ആക്കണം. നൈറ്റിൻ്റെ ചീറ്റ് കോഡ് 99. ഇത് 2-3 വട്ടം അടിക്കണം. ഓക്കെ, ഇവിടെ അങ്ങനെ നൈറ്റ് അയക്കാം. ഇനിയിപ്പോൾ നമുക്ക് AK-47 എടുത്ത് ഫയർ ചെയ്യുക. അപ്പം തന്നെ കുതിരയുടെ പുറത്ത് കയറാം. ഇങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോ കുതിരയുടെ പുറത്തുനിന്ന് ഇറങ്ങാ, എന്നിട്ട് ഗണ്ണെടുക്ക. ആ ഇത് കണ്ടില്ലേ, മുമ്പില് ലൈറ്റ് കത്തണ പോലെ ഉണ്ട്. ഈ മിത്ത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഏയ് ഇതെന്തത്? അതെ, ഞാനല്ല ഫയർ ചെയ്തേ, ഇത് തന്നെ ഫയർ ചെയ്താ. ഞാൻ ആ സ്കോപ്പിന്റെ ബട്ടൺ മാത്രമേ അമർത്തിയുള്ളൂ, ഫയറിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കായി. ഇനിയിപ്പോൾ നമുക്ക് ആറാമത്തെ മിത്ത് നോക്കാം. ബ്രോ സൈഡിൽ ഇടിക്കണ സാധനം ക്ലിക്ക് ചെയ്ത ക്യാരക്ടർ ഇടിക്കും, ജമ്പ് ബട്ടൺ ഞെക്കിയ ചാടും. എന്താ ഉദ്ദേശിച്ചേ? പിന്നെ ഏതെങ്കിലും വെഹിക്കിളിൽ കയറി സ്ലോ മോഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ജമ്പും. ജമ്പുമാ? ആ ചാടുന്നാവും. മലയാളം ഇംഗ്ലീഷും മിക്സ് ചെയ്തു. എന്തെങ്കിലും ആവട്ടെ, നമുക്കത് ട്രൈ ചെയ്യാം. അതിനായിട്ട് ആദ്യം വണ്ടിയിൽ കയറാ, എന്നിട്ട് ആ സ്ലോ മോഷൻ്റെ ബട്ടൺ അമർത്താ. ഒരു മിനിറ്റ്, ഇതെന്തത്? സ്ലോ മോഷൻ്റെ ബട്ടൺ അമർത്തുമ്പോൾ വണ്ടി ചാടാണല്ലോ. ശരി, ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഈ ഗെയിമിൽ ഉണ്ടായിരുന്ന ഞാൻ ആദ്യമായിട്ട് കാണണേട്ടാ. ഇത് ഏത് അപ്ഡേറ്റിൽ ആണോ വന്നേ? എന്നിട്ടായാലും ഇത് കൊള്ളാണ്ടാ, നൈസായിണ്ട്. ഞാൻ ദേ ആ കാറിൻ്റെ മേലെ ചാടി. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി അടുത്ത മിത്ത് നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ഏഴാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത്, ബ്രോ സ്പോൺ എ JCB ആൻഡ് പുട്ട് സ്റ്റിക്കി ബോംബ് ഇൻ എ കാറ്, എന്നിട്ട് JCBയുടെ ഫ്രണ്ടിൽ ലിവർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യൂ, ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു JCB സ്പോൺ ചെയ്യാം. 6677, അതാണ് ചീറ്റ് കോഡ്. ഇനിയിപ്പോൾ നമുക്ക് കാറിൽ സ്റ്റിക്കി ബോംബ് ഇടാം. കാറിൽ ബോംബ് ഇടാനാ പറഞ്ഞേ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ ബോംബ് ഇട്ടുണ്ട്, ഇത്ര മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് JCBയിൽ കയറാം, എന്നിട്ട് ആ ഫ്രണ്ടിലത്തെ സാധനം പൊക്ക. അന്നേരം ഒരു മാജിക്ക് സംഭവിക്കുന്ന പറഞ്ഞേ. ഇതെങ്ങനെ പൊക്ക? ഒരു മിനിറ്റ്, ഇതെന്തുണ്ടായേ? ആ കാറെങ്ങനെ പൊട്ടിത്തെറിച്ച്? ഈ JCBയുടെ ഫ്രണ്ടിലത്തെ സാധനമില്ലേ, അത് പിടിച്ച് പൊക്കി, അന്നേരം ആ കാറ് പൊട്ടിത്തെറിച്ചു. ശരി, ഇതൊരു വെറൈറ്റി മിത്തായിണ്ട് കേട്ടാ. അത് നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. നമുക്കിവിടെ വേറെ കാർ സ്പോൺ ചെയ്യാം, എന്നിട്ട് ഇതുമ്മേ നമുക്ക് സ്റ്റിക്കി ബോംബ് ഇടാം. ഇതും പൊട്ടിത്തെറിക്കുമെന്ന് നോക്കി നോക്കാം. ഇനി നമുക്ക് ആ ഫ്രണ്ടിലത്തെ സാധനം പൊക്കാം. ഇത് ആ ബുഗാട്ടിയും പൊട്ടിത്തെറിച്ചു. ഇത് വെറൈറ്റി ഉണ്ട് കേട്ടാ. ഈ മിത്ത് എനിക്കിഷ്ടായി, ഇത് വർക്കിംഗ് ആണ്. നമുക്കപ്പോൾ അടുത്ത മിത്ത് നോക്കാം. 5 വട്ടം 0 അടിക്കൂ, അപ്പോൾ ചാവില്ല, അവിടെ സൂപ്പർ പഞ്ച് എന്ന് കാണിക്കും. അത് ചാവണ ചീറ്റ് കൂടെ ആയിരുന്നില്ലേ? അത് മാറിയാ? ചിലപ്പോൾ മാറിയുണ്ടാവും ട്ടാ, ഏതെങ്കിലും അപ്ഡേറ്റിൽ മാറിയുണ്ടാവും. നമുക്കപ്പോൾ നോക്കി നോക്കാം. നമുക്ക് 5 വട്ടം 0 അടിക്കാം. നമ്മളവിടെ ചത്തില്ലേട്ടാ, പകരം സൂപ്പർ പഞ്ച് കിട്ടി. നമുക്കപ്പോൾ സൂപ്പറായിട്ട് പഞ്ച് ചെയ്യാം. ഈ ഭാഗത്ത് എനിക്ക് ഒരാളിനെയും കാണാനില്ല. നമുക്കപ്പോൾ സ്പോൺ ചെയ്യാം. ആർജസ്റ്റുള്ളിൽ ബോയ് എന്ന് അടിക്കുക. അന്നേരം സോമന്റെ സ്പോണായി. ഒരിടിക്കാം. ആളിത് തെറിച്ച് പോയിട്ടാ. ഈ JCBയും പൊട്ടിത്തെറിച്ചു. ഞാനത് ചത്തൂലോ. അത് JCB പൊട്ടിത്തെറിച്ച കാരണവും. ഞാനാണെങ്കിൽ അൺലിമിറ്റഡ് ഹെൽത്ത് അടിച്ചില്ലേ. നമുക്കിനി 9ാമത്തെ മിത്ത് നോക്കാം. ബ്രോ ബഫല്ല സ്പോൺ ചെയ്തിട്ട് ഹണിബി സ്പോൺ ചെയ്യുക, ബഫല്ല ഷൂട്ട്, അപ്പോൾ ഹണിബിയിൽ കയറുക. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്യാം. നമുക്കപ്പോൾ ആദ്യേ ഒരു ബഫലോനെ സ്പോൺ ചെയ്യാം. അതിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 10 ആണോ? 10 ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. 10 തന്നെയാ. ബഫലോനെ നമ്മൾ സ്പോൺ ചെയ്തു. ഇനി ഹണിബി, അതിൻ്റെ ചീറ്റ് കോഡ് 27. ഇനിയിപ്പോൾ നമുക്ക് ബഫലോനെ ഷൂട്ട് ചെയ്യാം. അന്നേരം അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. നമുക്കപ്പോൾ വെടി വെച്ച് അപ്പം തന്നെ കയറാ. ഇതെന്തുണ്ടായേ? നമ്മുടെ ക്യാരക്ടർ എവിടെയാ? ഇതിൽ തേനീച്ച മാത്രമല്ലോ, ക്യാരക്ടറിനെ കാണാനില്ല. ആളെങ്ങോട്ടേക്ക് പോയേ? ഇവിടെ ശരിക്കും ഒരു മാജിക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആളെ കാണാനില്ല, ആള് ഭൂമിയുടെ അടിയിലേക്ക് പോയി.
ഇതും കൊള്ളാണ്ടാ, നൈസായിണ്ട്. ഈ മിത്തും വർക്കിങ്ങാ. ഇനി നമുക്ക് അവസാനത്തെ മിത്ത് നോക്കാം. നമ്മൾ ഒരു കാറിൽ കയറുമ്പോൾ കാറിൻ്റെ ഡോറ് നമ്മുടെ ക്യാരക്ടർ അടയ്ക്കുമ്പോൾ ഡോറിൻ്റെ അകത്തിൽ കൂടെ ഹാൻഡ് പുറത്തോട്ട് വരും. ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, എനിക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ആദ്യേ വണ്ടിയിൽ കയറാം. ഇയാൾ എന്നിട്ട് ഡോർ അടയ്ക്കില്ലേ, അന്നേരം കൈ പുറത്ത് കാണുന്ന പറയണേ. ഇയാളുടെ ഡോർ അടച്ചു. ഓ, ആ കൈ പുറത്തേക്ക് വന്നുട്ടാ. ഞാൻ വേണമെങ്കിലേ ഒന്ന് സ്ലോ മോഷനിൽ കാണിച്ചു തരാം. ഇയാളിപ്പോൾ ഡോർ അടയ്ക്കാൻ പോവാണ്. കണ്ടില്ലേ, കൈയൊന്ന് ചെറുതായിട്ട് പുറത്തേക്ക് വന്നു. അതാണ് ആ മിത്തിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മിത്തും വർക്കിംഗ് ആണ്. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു വീഡിയോയിൽ പിന്നെ 10 മിത്ത നോക്കണുള്ളൂ. ബാക്കി മിത്തൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.